എന്ത് കാര്യം സിസ്റ്റമാറ്റിക് ആവുമ്പോൾ മാത്രമാണ് നമുക്കത് പെർഫെക്റ്റ്ലി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ അച്ചീവ്മെന്റ് റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുക. അപ്പം ആ ഒരു കാര്യം നമ്മുടെ RCM ബിസിനസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടുവരാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് RCM ബിസിനസ്സിൽ അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റുക? വളരെ സിമ്പിൾ കാര്യം തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ RCM ബിസിനസ് എത്തിപ്പെടാ എന്നുള്ളത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി എന്താ പറയാ ആ ബിസിനസ്സിൽ അച്ചീവ്മെന്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരാ. കാരണം അത് പലരും ഓരോ ന്യായീകരണം, ഓരോ നെഗറ്റീവായിട്ട് എന്താ പറയാ ഇതിന്റെ സാധ്യത മനസ്സിലാക്കാതെ ഇറങ്ങി പോവാണ്. അവർക്കൊക്കെ വളരെ വലിയ നഷ്ടമാണ്. സത്യം പറയാം, ഈ ഒരു ബിസിനസ് സിസ്റ്റമാറ്റിക് ആയി വളരെ ഈസി ആയിട്ട് നമുക്ക് അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിന് മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയാ യൂസ് ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ കമ്പനി തന്നെ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് സ്റ്റെപ്പ്. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ വേറൊരു മഹിമ. കാരണം ഇതിൽ എങ്ങനെയായിട്ട് ഈസി ആയിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുക, ഈസി ആയിട്ട് ഒരു നേട്ടം നേടിയെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ വരെ കമ്പനി നമുക്ക് പറഞ്ഞു. അതിലുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് ഇത്. 6 ബേസിക് സ്റ്റെപ്പ്, 8 കോർ സ്റ്റെപ്പ്, 7 കർഡിനൽ റൂൾസ്. ഇതിലെ 6 ബേസിക് സ്റ്റെപ്പ് നമ്മൾ എന്താ പറയാ ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഈ 8 കോർ സ്റ്റെപ്സ് നമ്മൾ എന്താ പറയാ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇത് രണ്ടും നിങ്ങൾ എന്താ പറയാ യൂസ് ചെയ്ത് ഈ രീതി മെത്തേഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 7 കർഡിനൽ റൂൾസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാകെ പോകും. അപ്പം ഈ 3 നിങ്ങൾ നല്ല രീതിയിൽ ഈ 3 രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും, വലിയ വലിയ അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റും. ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെ എന്താ പറയാ ഒരു സ്ലൈഡിലോ അല്ലെങ്കിൽ വെറുതെ ഒരു കോഡ്സോ നോട്ട്സോ അല്ല. ഇതൊക്കെ തെളിയിച്ച ഒരുപാട് ലീഡേഴ്സ് പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം ഈസി ആയിട്ട് ഏറ്റെടുത്താൽ നമുക്ക് അച്ചീവ്മെന്റ് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 6 ബേസിക് സ്റ്റെപ്പ്. അതിൽ ഒന്നാമത്താണ് യൂസ് ആൻഡ് പ്രൊമോട്ട് ദ പ്രൊഡക്റ്റ്. യൂസ് ആൻഡ് പ്രൊമോട്ട് ദ പ്രൊഡക്റ്റ് 100%. Second one, make list of prospects and dreams. Third one, contact and invite. Fourth one, show the plan and product. Fifth one, follow. Sixth one, startup and implementation. ഒരു കാര്യം കൂടി, നമ്മുടെ ഈ RCM ബിസിനസ്സിൽ ശരിക്കും സക്സസ് ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ യൂസ് ആൻഡ് പ്രൊമോട്ട് പ്രൊഡക്റ്റ്. ഇത്രയേ ശരിക്കും ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ അതെങ്ങനെ സിസ്റ്റമാറ്റിക് ആയി ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഫസ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് 100% പ്രൊഡക്റ്റ് യൂസേജ് ആണ്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോളജ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് സെയിലാക്കാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു PUC ഓണർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം ഒരാളിൽ എത്തിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അവരെ ഒരു പ്രാവശ്യം യൂസ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ യൂസ് ചെയ്താൽ ഉറപ്പിച്ചോളൂ അവർ റീപർച്ചേസ് ചെയ്തിരിക്കും. അത് നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു സംഭവമാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. ഇതിലുള്ള എല്ലാവരും ലീഡേഴ്സ് തന്നെയാണ്, അവർക്ക് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ, മേക്ക് ലിസ്റ്റ് ഓഫ് ദി പ്രോസ്പെക്ട്സ് ആൻഡ് ഡ്രീംസ്. ഇത് ഈ ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അധികം ആവശ്യം വരുന്ന ഒരു പോയിന്റ് ആണ്. പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം. സംഭവം ഈസിയാണ്, പക്ഷെ എന്തോ ഒരു മടി, അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഇതുകൊണ്ടാണ് പലരെ ബിസിനസ് മുന്നോട്ട് പോവാത്തത്. നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് മേക്ക് എ ലിസ്റ്റ് ഓഫ് പ്രോസ്പെക്ട്സ് ആൻഡ് ഡ്രീംസ്. നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കണം. അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി പറയാം. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡ്രീംസ്. നമ്മുടെ ഡ്രീംസിന്റെ ലിസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാനുള്ളൊരു എന്താ പറയാ ആവേശം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാവുള്ളൂ. അപ്പം നമ്മൾ നിർബന്ധമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ 2 ലിസ്റ്റും നമ്മൾ തയ്യാറാക്കി വെക്കണം. തേർഡ് വൺ, കോണ്ടാക്ട് ആൻഡ് ഇൻവിറ്റ്. ഫോർത്ത് വൺ, ഷോ ദ പ്ലാൻ ആൻഡ് പ്രൊഡക്റ്റ്. ഫിഫ്ത് വൺ, ഫോളോ. സിക്സ് വൺ, സ്റ്റാർട്ടപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇതിൽ ഓരോന്നും എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ യൂസ് ദി പ്രൊഡക്റ്റ് 100%. നമ്മളൊരു പ്രൊഡക്റ്റ് അത് 100% യൂസേജ് ആവുക. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ നമുക്ക് ഒരാൾക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് റോങ് ആണ്. ഒരിക്കലും അത് ശരിയായ നടപടിയല്ല. നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ എക്സ്പീരിയൻസോട് കൂടി വേണം നമ്മൾ ഓരോരുത്തർക്കും ഷെയർ ചെയ്യാൻ. അതിന്റെ നല്ലതും ചീത്തതും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ഷെയർ ചെയ്യാൻ.
അതാണ് ഇവിടെ പറയുന്നത്, യൂസ് ദി പ്രൊഡക്റ്റ് 100% ആൻഡ് ഷെയർ ദ പ്രൊഡക്റ്റ് ആൻഡ് ഡിസ്പ്ലേ ദി പ്രൊഡക്റ്റ്. നമ്മൾ ഈ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് അത് ഷെയർ ചെയ്യുക, അതുപോലെ മറ്റുള്ളവരെ കാണിക്കുക. ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇത് തന്നെ നമുക്ക് നല്ല രീതിയിൽ അച്ചീവ്മെന്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും, നമ്മളെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെക്കൻഡ് പാർട്ടാണ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ലിസ്റ്റ് മേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സ്റ്റെപ്പ് മുഖേന നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മളെ എന്താ പറയാ മുന്നോട്ടുള്ള പോക്ക്. അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും ലിസ്റ്റ് ഒരു ഡയറിയിൽ എഴുതാൻ ശ്രമിക്കുക. നമ്മൾ എന്താ പറയാ ജസ്റ്റ് പേപ്പറിലോ ആ രീതിയിലൊന്നും ആക്കാതെ ഒന്ന് നല്ല രീതിയിൽ തന്നെ നല്ല എന്താ പറയാ ഒരു ഡയറി എടുത്തിട്ട് നമ്മൾ ഈ ആർസിഎം ബിസിനസ്സിലേക്ക് വേണ്ടി മാറ്റി വെച്ച ഒരു ഡയറി എടുത്തിട്ട് അതിൽ എഴുതുക. അപ്പം നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് ആണ്, ഒരിക്കലും പ്രീ ജഡ്ജ് ചെയ്യരുത്. നെവർ പ്രെജുഡൈസ്. നമ്മൾ ഉണ്ടാക്കുന്ന ലിസ്റ്റിലെ ആൾക്കാരെ നമ്മൾ ഒരിക്കലും പ്രീ ജഡ്ജ് ചെയ്യരുത്. അവര് ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അല്ലെങ്കിൽ അവര് ചെയ്യലുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അത് ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ ഡയമണ്ട് ആക്കാൻ പോണ ആരാ നമുക്കറിയില്ല. ഇപ്പൊ പോലും നമ്മുടെ ടീമിൽ അവർ വന്നിട്ടും ഉണ്ടാവില്ല. നമ്മൾ ലീഡേഴ്സ് പറഞ്ഞു വാക്കുക. അതുകൊണ്ട് ഒരാളെ നമ്മൾ എന്താ പറയാ അൺജഡ്ജ് ചെയ്യരുത്. ഒരാളെയും നമ്മൾ എന്താ പറയാ മുൻകൂട്ടായിട്ട് അവരിങ്ങനെയാണ് ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യാനേ നിൽക്കണ്ട. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുക, മാക്സിമം ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മളെ കോൺടാക്ട്സ് വെച്ച് നമ്മൾ മാക്സിമം ലിസ്റ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഏരിയ വൈസ് ലിസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്തിനാ ഗുണം വെച്ചാല് നമുക്കിപ്പം നമ്മൾ കുറെ ഒരു 10, 200, 300 ആൾക്കാർ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഏരിയ വൈസ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും, നിങ്ങളിപ്പം എന്താ പറയാ നമ്മൾ പോകുന്ന ഏരിയ മുതൽ എത്തിപ്പെടേണ്ട ഏരിയ വരെ പോകുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് ഒക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചാണെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ നമുക്ക് ഒരുപാട് പേര് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഏരിയ വൈസ് ലിസ്റ്റ് റെഡിയാക്കിയുള്ള ബെനിഫിറ്റ്. മാക്സിമം ശ്രദ്ധിക്കുക, മാക്സിമം ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏരിയ വൈസ് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ലിസ്റ്റ് എപ്പോഴും ഇൻക്രീസിങ് മോഡ്, എന്താ പറയാ ഓരോ ദിവസവും ലിസ്റ്റ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടേ ഇരിക്കണം. ഒരിക്കലും ലിസ്റ്റ് നിന്ന് പോകരുത്. അപ്പം ഇതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ഞാൻ വഴിയെ പറയാം. അപ്പം ഈ രീതിയിലുള്ള സ്റ്റെപ്പ് നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ പറയാ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ കുറച്ച് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള എന്താ പറയാ ആൾക്കാരുണ്ടാവും. മീൻസ് ആ ഏരിയയിലെ വാർഡ് മെമ്പർ, അത്തരത്തിലുള്ള എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ആയുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരെ മാക്സിമം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരല്ലെങ്കിൽ അവരെ കെയർ ഓഫിൽ ഒരുപാട് പേര് നമുക്ക് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പോരാത്തതിന് അത്തരത്തിലുള്ള ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ കാണിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് പേര് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കോമൺലി നമ്മുടെ ബിസിനസ്സിലേക്ക് ഇപ്പം അത്യാവശ്യം ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അത്തരത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. കാരണം അവർക്ക് അറിയാം ഈ ബിസിനസിന്റെ സാധ്യത. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരെ ജോയിനിങ് ഇപ്പൊ കൂടി വരുന്നുണ്ട്. അപ്പൊ മാക്സിമം അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ്സിന് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അംബിഷ്യസ് പീപ്പിൾ. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, എനർജറ്റിക് ആയുള്ള അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിച്ചതിലേക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ മൈൻഡിൽ വരും. നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കും അത്തരത്തിലുള്ള ആൾക്കാരെ. ലേറ്റ് ആകരുത്, ഇപ്പം തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ നോട്ട് ചെയ്ത് വെക്കുക. അംബിഷ്യസ് പീപ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. കാരണം കുറച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് അത് വളരെ അധികം സ്പീഡിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക. അവർക്ക് ഈ ആർസിഎം, അത്തരത്തിലുള്ള ആൾക്കാരെ ആർസിഎം ബിസിനസ് എന്താണ്, അതിന്റെ സാധ്യത മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് വളരെ അധികം സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് ഓർ നെറ്റ്വർക്ക് ഏജന്റ്. അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ആൾക്കാർ കൂടുതൽ കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ആരെ കണ്ടാലും
സംസാരിക്കാനും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ആൾക്കാരായിരിക്കും ഇവർ രണ്ടും. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നിങ്ങളോട് എത്ര ഇൻഷുറൻസിന്റെ ആൾക്കാർ നിങ്ങളോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്, അവരെ ഡീലിങ്ങിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കില്ലേ? ആ ഒരു എക്സ്പീരിയൻസ്, അവരെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളരെയധികം സ്പീഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പ്രത്യേകിച്ച് നെറ്റ്വർക്ക് ഏജന്റും കൂടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി ഈ നെറ്റ്വർക്കിംഗ് മഹത്വം അല്ലെങ്കിൽ അതിന്റെ വലിയൊരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയ ആൾക്കാരായിരിക്കും. അവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെന്താ പറയാ, ഓടി നടന്ന് പണിയെടുത്ത് നമ്മളെ ബിസിനസ് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് എന്താ പറയാ, നമ്മളെ പണി പകുതി എന്ന് തന്നെ പറയാം കുറഞ്ഞു കിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ. അപ്പം ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിസ്റ്റ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഒരു കുറച്ച് കൊല്ലം നിങ്ങൾ ഈ ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ കുറച്ച് കൊല്ലം ഒന്നും വേണ്ട, നല്ലൊരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ 6 മാസം കൊണ്ട് തന്നെ നല്ല വലിയ ലെവലിൽ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോയി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ്മെന്റ് ചെയ്തെടുക്കാം. അപ്പൊ ലിസ്റ്റ് മേക്കിംഗ് നമ്മുടെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ഓരോരുത്തരും ഈ രീതിയിൽ ലിസ്റ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ ലിസ്റ്റ് മേക്കിംഗ് വേറൊരു പ്രൊസീജിയർ ആണ്. നമ്മളത് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ കാണുകയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഫ്രണ്ട്സ്, ഫസ്റ്റ് വൺ എഫ്, ഫാമിലി മെമ്പേഴ്സ്. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ ആദ്യം സംഭവിച്ചൊരു കാര്യം, നമ്മൾ ഫാമിലി മെമ്പേഴ്സിന് ആദ്യം പറയാനൊരു മടി. അപ്പം അത് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും പ്രീ ജഡ്ജ് ചെയ്യണ്ട. നിങ്ങൾ മാക്സിമം ലിസ്റ്റ് ഉണ്ടാക്കുക, അതിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ ഫാമിലി മെമ്പേഴ്സ്. നമ്മളെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ആരോടൊക്കെ ഇത് പറയാൻ പറ്റും. ഇത് ഈ ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വൈസ് ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡായിരിക്കും. എല്ലാരും നമുക്ക് കവർ ചെയ്യാം. ആ പറഞ്ഞ ലിസ്റ്റ് പ്രകാരം ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ ആ ഒരു കാര്യം വെച്ച് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കാൻ. സെക്കൻഡ് വൺ റിലേറ്റീവ്സ്. നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഈ ബിസിനസ് പറഞ്ഞു കൊടുക്കാം. കാരണം നമ്മുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അറിയാം, പ്രൊഡക്റ്റ് നമ്മുടെ ഗ്രോസറി പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ നമുക്ക് രാവിലെ തേക്കുന്ന പേസ്റ്റ് മുതൽ രാത്രി കിടന്നുറങ്ങുന്ന ബെഡ്ഷീറ്റ് വരെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു RCM ബിസിനസിനെ കുറിച്ച് പറയാൻ നമുക്ക് ആരോടും പറയാം. അപ്പം ഫാമിലി മെമ്പേഴ്സിനോടാക്കാം, അതുപോലെ തന്നെ റിലേറ്റീവ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കാം. തേർഡ് വൺ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്. നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ആൾക്കാരുണ്ടാവും, അവർക്കും ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫോർത്ത് വൺ എംപ്ലോയീസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എംപ്ലോയീസിന് മാക്സിമം നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ എണ്ണിച്ചുട്ടപ്പന്മാര് കിട്ടുന്ന സാലറി വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഒരു എക്സ്ട്രാ ഇൻകം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കും, ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമില്ലെന്ന് ചോദിച്ചു നോക്കും. ഒരു എംപ്ലോയി വേണ്ടാന്ന് അറിയില്ല. കാരണം അങ്ങ് അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം മാക്സിമം എംപ്ലോയീസിനെ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. ഫിഫ്ത് വൺ നമ്മൾ ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയാണ്. കാരണം എന്താ പറയാ, നമ്മുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ ക്വാളിറ്റി മനസ്സിലാക്കിയ ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം അത് നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് ഫാമിലി, നമ്മളെ റിലേറ്റീവ്സ് ആരും ആയിക്കോട്ടെ, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ആദ്യം എത്തിക്കാൻ. അപ്പം മാക്സിമം ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇത് നമ്മൾ ഏർപ്പെടുത്തണം. കാരണം അവർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും അവർക്കൊരു ഹെൽത്തും കൂടിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 2 കാര്യം കൂടിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പൊ യാതൊരു മടിയും വേണ്ട. ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാസ്റ്റ് വൺ സ്ട്രേഞ്ചേഴ്സ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ് അതൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിനെക്കാളും വ്യത്യസ്തമായ ഒരു പോയിന്റാണ് സ്ട്രേഞ്ചേഴ്സ്. കാരണം ഇപ്പൊ പറഞ്ഞ 5 തരത്തിലുള്ള ആൾക്കാര്, 6 തരത്തിലുള്ള പറഞ്ഞ പോയിന്റിലും ആൾക്കാർക്ക് ഒരു ലിമിറ്റ് വരും. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ഡിയറസ്റ്റ് ആയിക്കോട്ടെ, ഇത്രയും ആൾക്കാർക്ക് ഒരു ലിമിറ്റ് വരും നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വല്ല എണ്ണം കുറയും. ബട്ട് സ്ട്രേഞ്ചേഴ്സ് നോക്കുമ്പോൾ അൺലിമിറ്റഡ് ആണ്. നമുക്ക് കാണുന്നവരൊക്കെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആണ്.
അപ്പം അവരൊക്കെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവർക്കൊക്കെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ നല്ലൊരു ഹെൽത്ത് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലിസ്റ്റ് നമ്മൾ എന്താ പറയാ അവരെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഈ ബിസിനസ് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ച് ഈസി ആവാൻ, നമ്മളെ ഈ പ്രൊസീജിയർ കുറച്ച് ഈസി ആവാൻ നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, നല്ല വെൽ നോളജ് ഉള്ള ആൾക്കാരാണ് നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേണ്ടത്. കാരണം അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ സ്കിൽഡ് ആയ ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ നമ്മളെ പ്രൊസീജിയറൊക്കെ വളരെയധികം കുറഞ്ഞു കിട്ടും. നമുക്ക് കുറച്ച് എന്താ പറയാ വളരെ ചെറിയ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചാൽ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ കൈകാര്യം ചെയ്തോളും. അപ്പൊ സ്കിൽഡ് ആയ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡായിട്ട് നമ്മളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ സമയം ഉള്ള ആൾക്കാരെ എടുത്തു വേണം ആദ്യം പോയി പറയാൻ. വളരെ തിരക്കിട്ട് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ആൾക്കാരെ അടുത്ത് നമ്മൾ പെട്ടെന്ന് ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല, അവർ കേൾക്കാൻ തന്നെ ശ്രമിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് എൻതൂസിയാസ്റ്റിക്, അങ്ങനെ പറഞ്ഞാൽ ഇതിനോടൊക്കെ കുറച്ച് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ. അത് അവരെ പേര് നമ്മൾ ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ തന്നെ വരും. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. ഈ 4 സ്റ്റെപ്പ് ഓർത്ത് വെക്കുക. പറ്റുന്നവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. തേർഡ് വൺ ആണ് കോൺടാക്ട് ആൻഡ് ഇൻവിറ്റ്. നമ്മുടെ 6 ബേസ് സ്റ്റെപ്പിലെ തേർഡ് വൺ ആണ് കോൺടാക്ട് ആൻഡ് ഇൻവിറ്റ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹൗ ടു കോൺടാക്ട് ഓർ ഇൻവിറ്റ് ത്രൂ ഫോൺ. നമ്മൾ ഫസ്റ്റ് ഇപ്പം ഒരാളെ ഈ ബിസിനസ്സിലേക്ക് കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ കൂടെ തന്നെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഫോണിൽ കൂടെ എന്താ പറയാ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വലിച്ചു നീട്ടി പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ ഒരു ഇൻവിറ്റേഷൻ പോലെ അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് പോലെ എന്നുള്ള ലെവലിൽ സംസാരിക്കാനേ പാടുള്ളൂ. ഓവറായിട്ട് ഒരിക്കലും നമ്മൾ ഫോണിലൂടെ സംസാരിക്കരുത്. ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഇൻവിറ്റേഷൻ, നിങ്ങൾ ഈ കോളിലുള്ള സംസാരം അത് എനർജറ്റിക് ആൻഡ് കോൺഫിഡന്റ് ആയിരിക്കണം ഇൻവിറ്റേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ആയി അല്ലെങ്കിൽ ഒടിഞ്ഞു തൂങ്ങി സംസാരിക്കുന്ന പോലെ ഒരിക്കലും സംസാരിക്കരുത്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ജനറൽ ഒരു ക്യൂരിയോസിറ്റി വരണം അവർക്ക്. കാരണം നമ്മുടെ മീറ്റിംഗിലേക്ക് വിളിക്കുമ്പോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻവിറ്റ് ചെയ്യാം എന്തെങ്കിലും ഒരു സംഭവം, ഒരു ആശ്ചര്യം അവരെ മുഖത്തുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. ആ രീതിയിൽ വേണം നമ്മൾ സംസാരം. അത് നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കണമെങ്കിൽ 1 മിനിറ്റ് ഞാനൊരു ഇത് തരാം. നിങ്ങളെ ലീഡേഴ്സ് മീൻസ് എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ വിനോദ് സാർ തന്നെയാണ്. സാർ ഒരു സംഭവത്തിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്റെ മൈൻഡിൽ ആ ക്യൂരിയോസിറ്റി സാർ ഉണ്ടാക്കിയിട്ടാണ് സാർ ആ വിളി വരിക. നിങ്ങളൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചാൽ നിങ്ങളെ വീഡിയോസ് നിങ്ങളെ വിളിക്കുന്ന കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ വേണം നമ്മൾ ഒരു ഫോൺ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മളെ സംസാരത്തിൽ ഉണ്ടാവണം. അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫോൺ വെക്കാൻ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ബിസിനസ് ഫോണിലൂടെ സംസാരിക്കരുത്. കാരണം ഫോണിലൂടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ ഡയറക്റ്റ് കാണുന്നില്ല. അവരുടെ സിറ്റുവേഷൻ എന്താ, അവരെന്തെങ്കിലും പണിയിലാണോ, എന്താ അവരുടെ സിറ്റുവേഷൻ, ഈവൻ ഹോസ്പിറ്റലാണോ, എക്സാമ്പിൾ പറയാണ്, അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫോണിലൂടെ ബിസിനസ് പറയരുത്. കാരണം നമ്മൾ പറയുന്നത് അവർ ഒരിക്കലും കേൾക്കുന്നുണ്ടാവില്ല. അവർ വേറെ ഏതോ ഒരു സിറ്റുവേഷനിൽ വേറെ ഏതോ മൈൻഡിലായിരിക്കും. അപ്പം നമ്മളിപ്പോ വേണ്ടപ്പെട്ട ഒരാളല്ലേ വെച്ചിട്ട് അവർ ജസ്റ്റ് നമ്മൾ പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നല്ലാണ്ട് പിന്നെ അവർ പറയും ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു വെക്കുന്നല്ലാതെ അവർ ഇതിനെ കുറിച്ച് ഒന്നും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കലും ഫോണിലൂടെ ബിസിനസ് പറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ബെറ്റർ ഓപ്ഷൻ എന്നല്ല, പറയരുത്. അതുപോലെ തന്നെ നമ്മളെ ടോക്ക് നേരത്തെ പറഞ്ഞ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എനർജറ്റിക് ടോക്ക് പോലെ തന്നെ നല്ല പവർഫുൾ ടോക്ക് ആയിരിക്കണം നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ. നമ്മൾ പറയില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നിന്ന് അവർക്ക് കുറച്ച് കാര്യങ്ങൾ എന്താ പറയാ മനസ്സിലാക്കിയെടുക്കണം. അല്ലെങ്കിൽ അവരത് അതിൽ ആ സംസാരത്തിൽ അവർ നമ്മളെ പിടിക്കണം. നമ്മളെ ഇതിൽ കോണ്ടാക്ട് അല്ലെങ്കിൽ നമ്മളെ ഇൻവിറ്റ് അവർ അപ്രൂവ് ആകണം. ആ രീതിയിൽ വേണം നമ്മളെ സംസാരം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആരെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര സ്റ്റെപ്പ് ഒന്ന് കീപ്പ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പേഴ്സണലി ഞാൻ പോലും യൂസ്ഫുൾ ആക്കിയ റിസൾട്ട് കിട്ടിയ കാര്യമാണ്. ഈ രീതിയിൽ വേണം നമ്മൾ അവതരിപ്പിക്കാൻ. പിന്നെ
നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മള് അവരെ ഫാമിലി ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കണം. ഇതാണ് ശരിക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ബിസിനസിനെ കുറിച്ചല്ല ഈ ഫോണിലൂടെ സംസാരിക്കും പറയേണ്ടത്. അപ്പം അവരെ ഫാമിലി എന്താണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, അവരുടെ ആർക്കൊക്കെ ഈവൻ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ ഒരു അച്ഛനും അമ്മയും ഒരു മോനും എന്നുള്ള ലെവലിലാണ് ഉള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ മകന് ഒരു ജോബ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്പാർക്കാവും. അവിടെ ഒരു ജോബ് ഇല്ലാത്തൊരു മോനുണ്ട്, അവനെ നമുക്ക് മാക്സിമം ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു രീതിയിൽ കിട്ടും. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ഒരു കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരെ ഫാമിലി എന്തൊക്കെയാണ് ആരൊക്കെയാന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സെക്കൻഡ് പോയിന്റ് ആണ് ഒക്യുപ്പേഷൻ. അവര് ഫാമിലിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവര് എന്തിനാ വർക്ക് ചെയ്യുന്നത്, അവരെ ആ ഒരു ഇതിലൂടെ തന്നെ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ അവർ ആവശ്യകത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചോദിച്ചറിയേണ്ട ഒരു കാര്യം വെച്ചാൽ റീക്രിയേഷൻ ടൈം ഓർ റെസ്റ്റ് ടൈം. ഈ സമയത്ത് നമ്മൾ ഫ്രീ ടൈമിൽ എന്താ ചെയ്യല് ഇവര്, അങ്ങനത്തെ ഒരു എക്സ്ട്രാ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട വേറെ ഒന്നല്ല, നമുക്ക് അവർക്കൊരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ എക്സ്ട്രാ വരുമാനം ജോബ് ചെയ്യാനുള്ള ഒരു ആവശ്യകത അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഫോർത്ത് വൺ മണി മോട്ടീവ്. പണത്തിന്റെ കാര്യങ്ങൾ, പണത്തിന്റെ ആവശ്യകത ഒക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇത്രയും കാര്യങ്ങൾ. ഇതാണ് നമ്മളെ ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ മിടുക്ക് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ആണ് ഷോ ദ പ്ലാൻ ആൻഡ് പ്രോഡക്റ്റ്. നമ്മൾ ഷോ ദ പ്ലാൻ ആൻഡ് പ്രൊഡക്റ്റ് ഫോർത്ത് വൺ. അതിൽ നമ്മൾ ഈ കോണ്ടാക്ട് ചെയ്ത് ഇൻവിറ്റ് ചെയ്ത് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അവരെ പോയി കാണുമ്പോൾ അവർക്ക് പ്ലാൻ കൊടുക്കുമ്പോൾ മാക്സിമം പ്രൊഡക്റ്റ് ആയിട്ട് പോവാം. അത് കുറച്ചും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം കണ്ടുകൊണ്ട് പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവര് കുറച്ചും കൂടി ഇതിൽ മനസ്സിലാക്കി എടുക്കാനും എന്താ പറയാ മേ ബി അവിടെ പർച്ചേസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളൊരു പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ മാക്സിമം പ്രൊഡക്റ്റ് ആയിട്ട് പോവുക, അത് കാണിച്ചുകൊണ്ട് വേണം നമ്മൾ പ്ലാൻ കൊടുക്കാൻ. ഇനി പ്ലാൻ കൊടുക്കുമ്പോൾ നമ്മളൊരു വീട്ടിൽ ഹോം മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മളിപ്പം ആദ്യം തന്നെ നമ്മൾ ഇത് ചെയ്യുന്ന മാതിരി വിഷ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു പ്ലാൻ കൊടുക്കുമ്പോൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ രീതിയിലാണോ നിങ്ങൾ ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു പ്ലാൻ കൊടുക്കാൻ നേരത്ത് നമ്മൾ ആദ്യം ഒന്ന് വിഷ് ചെയ്തുകൊണ്ട്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് സ്വാഗതം ചെയ്യില്ല, അതുപോലെ ഒന്ന് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. സെക്കൻഡ് വൺ സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ എന്താണ്, ആരാണ്, എങ്ങനെയാണ്, നമ്മുടെ പേര്, സ്ഥലം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ ജോബ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്, നമ്മൾ മുന്നേ എന്ത് ചെയ്തിരുന്നു, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഇത് ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു വലിയൊരു ജോബിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലേക്ക് വന്നു, അപ്പം കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവും. ഇങ്ങനെയുള്ള ഒരാൾ ഈ ലെവലിലേക്ക് വന്നല്ലോ, അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങും. അപ്പൊ മാക്സിമം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയാ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് വളരെയധികം ഇത് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ സിമ്പിൾ കാര്യമാണ്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഒരു പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ കുറച്ച് ആൾക്കാരെ മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടും. പിന്നെ നമ്മൾ പറയേണ്ടത്, നമ്മൾ എത്ര കാലമായി നമ്മൾ ഈ RCMA, എത്ര കാലം കൊണ്ടാണ് ഈ ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്നത്, അതിൽ എത്ര അച്ചീവ്മെന്റ് നേടിക്കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇൻസ്ട്രക്ഷൻ ഓർ സീറ്റിംഗ് ഓർ മൊബൈൽ. എന്താ പറയാ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പ്ലാൻ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവരെ എന്താ പറയാ അവർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വീക്ഷിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തേക്കുക. അതുപോലെ മൊബൈൽ ഉണ്ടെങ്കിൽ സൈലന്റ് ആക്കി വെക്കാൻ പറയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കും. നമ്മളൊരു പ്ലാൻ കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ പറയുന്നത് അവർ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കണം. അതിനുവേണ്ടി ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടും. പിന്നെ പറ്റുകയാണെങ്കിൽ പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ബിസിനസിന്റെ ഇൻട്രൊഡക്ഷനിലൂടെ കാര്യങ്ങൾ തുടങ്ങാം. അപ്പം ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ തുടക്കത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ. പിന്നെ പ്ലാൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ഡെവലപ്പ് ആക്കി പറഞ്ഞാൽ മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് പ്ലാൻ കൊടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള പോയിന്റുകൾ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുക, അത്രേ വേണ്ടുള്ളൂ നമുക്ക്. അപ്പം എന്തൊക്കെയാന്ന് നോക്കാം. വാട്ട് ഈസ് RCM? എന്താണ് RCM? ഹു ഇസ് പ്രൊമോട്ടിംഗ്? വൈ ഡു വി നീഡ്? ഹൗ ഇറ്റ് ക്യാൻ ബി ഡൺ? വാട്ട് വിൽ യു ഗെറ്റ്? എന്താണ് RCM? ആരൊക്കെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ ആവശ്യകത? എങ്ങനെയാണ് ഇത് ചെയ്യുക? വാട്ട് വിൽ യു ഗെറ്റ്? എന്താ നമുക്കിത് കിട്ടുക? ഇതൊക്കെ ഞാനിപ്പോ പറയുമ്പോൾ ഇത് നമുക്ക് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സിസ്റ്റമാറ്റിക് ആയി ചെയ്യുകയാണെങ്കിൽ ഇത് വളരെയധികം സിമ്പിൾ ആണ്. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് നിങ്ങൾ തന്നെ എന്തെങ്കിലും നോക്കൂ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അന്ന് ഓർഡർ ആക്കി ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും, കേൾക്കുന്ന ആൾക്കും വളരെ ഈസി ആയിരിക്കും. ഇത്തരം കാര്യങ്ങളെ നമുക്ക് RCMനെ കുറിച്ച് പറയാൻ പറ്റുന്നുള്ളൂ. എന്താണ് RCM? ആരൊക്കെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? ഇതിലൂടെ ഇതിന്റെ ആവശ്യകത എന്തായി സൊസൈറ്റിയിൽ? നിങ്ങൾ ആലോചിച്ചു, ആ ഒറ്റ കാര്യം ഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയാ പറയാനുണ്ടാവുക. അതുപോലെ തന്നെ എങ്ങനെയാ അത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ എന്തൊക്കെയാ നമുക്ക് ഇന്ന് കിട്ടും, RCM നിന്ന് എല്ലാം കിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ അതിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ കൺക്ലൂഷൻ. കൺക്ലൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അവിടെയുള്ള നമ്മുടെ പ്ലാൻ കൊടുക്കാൻ വന്ന സ്ഥലത്ത് കുറച്ച് നമ്മുടെ ജോയിനിങ് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യത്തിന്റെ ഡീറ്റെയിൽ ആയി പഠിച്ച് അത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും എന്റെ ഒരു നിഗമനാട്ടോ, അതിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിരിക്കും ഒരാളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർ മനസ്സിലാക്കിയെടുക്കുക, അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കുക ആൾക്കാർ. അപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്ലാൻ കൊടുക്കുമ്പോൾ അതിന് കൺക്ലൂഷൻ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് ആണ്. പിന്നെ എംഫോസിസിങ് ഓൺ ടേക്കിംഗ് എ ഡിസിഷൻ ഓൺ യൂസിങ് ദ പ്രൊഡക്റ്റ്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോ പറയില്ലേ, ഒന്നുകൂടി ഊന്നി പറയാം, മീൻസ് നമ്മൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ എടുക്കാനുള്ള ഒരു ഉറപ്പ് അവിടുന്ന് വരുത്തിയിട്ട് വേണം നമ്മൾ ആ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാൻ. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ അവർക്ക് പറയാൻ, നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം, നമ്മൾ പവർഫുൾ വേർഡ്സിലൂടെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അറ്റ് ലാസ്റ്റ് ക്ലിയറിംഗ് ദി ക്വറീസ്. അവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഫിഫ്ത്ത് വൺ ആണ് ഫോളോ. നമ്മൾ അധികം പേർക്കും എന്താ പറയാ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ കാര്യമാണ് നമ്മൾ ഈ ഫോളോ. സംഭവം ചെറിയൊരു കാര്യമാണ്, ഇത്ര ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു കാര്യമാണ്. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ ഒരു മിസ്റ്റേക്കാണ് നടക്കുക. കാരണം നമ്മൾ ഒരാൾക്ക് ഈ രീതിയിലൊക്കെ അവതരിപ്പിച്ച് ഒരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ to 48 മണിക്കൂറിനുള്ളിൽ ഒരു ഫോളോ അപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം ചെയ്ത വർക്കൊക്കെ വേസ്റ്റ് ആവും. ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം 24 മണിക്കൂറിനുള്ളിൽ തന്നെ പോകണം, എങ്കിൽ മാത്രമേ അവരുള്ളിൽ ഒരു ഫയർ ഉണ്ടാവും. അത് നമുക്ക് അപ്പം തന്നെ പെട്ടെന്ന് ജോയിനിങ്ങിലേക്ക് കൊണ്ടുവരികണം. അതിനുവേണ്ടി നമ്മൾ 24 to 48 മണിക്കൂറിനുള്ളിൽ അവിടെ പോയി കണ്ട് വിസിറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് ജോയിനിങ്ങിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത്രയും നേരം ചെയ്ത പ്രൊസീജിയർ സക്സസ് ആവുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. പിന്നെ ഈ ഒരു നമ്മളൊരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നേരിടേണ്ട കുറച്ച് പ്രതിസന്ധി ഉണ്ട്. ക്വസ്റ്റ്യൻ ഫ്രം കസ്റ്റമേഴ്സ്, അവിടെ ഉണ്ടാവുന്ന കുറച്ച് കസ്റ്റമേഴ്സ്, ഇത് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ, ഈസ് ഇറ്റ് മണി ചെയിൻ? നമ്മളൊക്കെ കേട്ട് മടുത്ത കാര്യമാണ്. അപ്പം അത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ വേണം നമുക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളത് പഠിച്ച ആൾക്കാരാണ് ഈ ഒരു മീറ്റിങ്ങിലുള്ള എല്ലാ ആൾക്കാരും. അപ്പം മണി ചെയിൻ ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ RCM എന്താണ് എന്നുള്ളത്, മീൻസ് ഇതിൽ മണി ചെയിൻ അല്ല എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഈസ് ഇറ്റ് ലീഗൽ സെയിൽ? നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കാര്യങ്ങൾക്ക് കിട്ടിയ അവാർഡും അതുപോലെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷുഡ് ഐ സെൽ ദ പ്രൊഡക്ട്സ്?
നിങ്ങൾക്ക് ഒരാൾ നമ്മളോട് ചോദിക്കുക, നിങ്ങളൊക്കെ ചിലപ്പോൾ നേരിട്ട് വരുന്ന ചോദ്യമായിരിക്കും, ഈ പ്രൊഡക്റ്റ് ഒക്കെ ഞങ്ങൾ സെയിൽ ചെയ്യേണ്ടി വരുമോ? പ്രൊഡക്റ്റ് ഒക്കെ സെയിൽ ചെയ്യണോ? അത് ചിലപ്പം ചിലർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ചോദിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ റീപ്ലൈ എങ്ങനെ വേണം എന്ന് വെച്ചാൽ, സാറിന് ചെയ്യാൻ താല്പര്യമുണ്ടോ, സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വേണം ചോദിക്കാൻ. അവര് താല്പര്യം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ സാർ ചെയ്യണ്ട, സാറിന് വീട്ടിലേക്ക് വേണ്ട സാധനം മാത്രം പർച്ചേസ് ചെയ്താന്ന് പറയാം. അല്ലാതെ നമ്മള് നിർബന്ധമായിട്ട് ആ സമയം കട്ടൻഡറായിട്ട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല. പ്രത്യേകം ഈ രീതിയിൽ വേണം ഇത്തരത്തിലുള്ള ആൾക്കാരെ ഡീൽ ചെയ്യാൻ. പിന്നെ നാലാമത്തെ ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം, ഷുഡ് ഐ ജോയിൻ പീപ്പിൾ. പുതിയ വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ച് ഒന്നും അറിയലുണ്ടാവില്ല. അപ്പം അവർ ആദ്യം ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ പ്രശ്നമായിരിക്കും നമ്മൾ ആൾക്കാരെ ചേർക്കണോ, അത്തരത്തിലുള്ള ഒരു പരിപാടിയാണോ അതെന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആൾക്കാരെ ചേർക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ വേണ്ട, നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ലെവലിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് ഇൻകം അങ്ങനെ ജനറേറ്റ് ചെയ്ത് കൊടുക്കാം, അവർക്ക് സാധ്യത മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഈസ് ലൈക്ക് ആംവേ പോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ മേന്മ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്, അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ശരിക്കും നിങ്ങളെ ബോണസ് ആണ് കുട്ടിക്കുക. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആമയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പം ആ രീതിയിൽ വേണം അത് കൈകാര്യം ചെയ്യാൻ. വാട്ട് ഈസ് ദ സ്റ്റേബിലിറ്റി ആൻഡ് ലീഗലിറ്റി ഓഫ് ദി കമ്പനി? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2000 കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഒരു പ്രൊഡക്റ്റ് പോലും ബാൻ ചെയ്യാതെ അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കാണ്ട് ഇപ്പോഴും 2024 കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മളെ കമ്പനിയുടെ മാൻമ തന്നെയാണ്, സ്റ്റേബിലിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു എന്താ പറയാ സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, അതും നമ്മളെ കമ്പനിയുടെ മഹിമ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇത്തരം ക്വസ്റ്റ്യങ്ങൾ ക്ലിയർ ചെയ്താൽ തന്നെ ഒരുവിധ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളെ ID മെമ്പർഷിപ്പിൽ വന്നോളും. പിന്നെ 6 ആസ് യൂഷ്വൽ കംപ്ലീറ്റ് ജോയിനിങ് ആൻഡ് പ്രോസസ് 6 ബേസിക് സ്റ്റെപ്സ്. ഇത്രയും നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇത് നമ്മളെ ടീമിൽ വരുന്ന ഓരോരുത്തരെയും ഇത് പഠിപ്പിച്ച് ഇത് റിപ്പീറ്റ് ചെയ്ത് ഒരു സൈക്കിൾ പോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഈസി ആയിട്ട് അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റും. അപ്പം ഇത് ശ്രദ്ധിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം പറഞ്ഞു വരുമ്പം നമ്മുടെ 6 ബേസിക് സ്റ്റെപ്പ് നമ്മളൊക്കെ ഈസി ആയിട്ട് നമുക്ക് നമുക്ക് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരൊറ്റ കാര്യം അതൊന്ന് സിസ്റ്റമാറ്റിക് ആക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റും. അപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ട് ഉണ്ടാവും വിശ്വസിക്കുന്നു, കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു സെക്ഷനായിട്ട് പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. GRC.